രാജസ്ഥാനിൽ പാക് ചാരൻ പിടിയിൽ. അസമിലെ ചാബുവ എയർഫോഴ്സ് സ്റ്റേഷനിലെ സിവിലിയൻ ജീവനക്കാരനായ സുമിത് കുമാറാണ് പിടിയിലായത്. വ്യോമസേനയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പാക് ചാര സംഘടനകൾക്ക് കൈമാറിയെന്ന് കണ്ടെത്തി. എയർഫോഴ്സ് ഇന്റലിജൻസും രാജസ്ഥാൻ സ്റ്റേറ്റ് ഇന്റലിജൻസും നടത്തിയ സംയുക്ത ഓപ്പറേഷനിലാണ് ഇയാൾ പിടിയിലായത്. വിവരങ്ങളുമായി പ്രജിത്ത് മോഹനനൊപ്പം ചേരുന്നു. പ്രജിത്ത്, കഴിഞ്ഞ ദിവസം ആഗോള ഭീകര പട്ടികയിൽ പാകിസ്ഥാനെ 1-ാം സ്ഥാനത്ത് തെരഞ്ഞെടുത്തിരുന്നു. വലിയൊരു കുപ്രസിദ്ധിയുടെ നേട്ടമാണത്. ഇന്നിപ്പോൾ ഒരു പാക് ചാരൻ ഇവിടെ രാജസ്ഥാനിൽ പിടിയിലാവുകയാണ്. അയാൾ വലിയ വിവരങ്ങൾ ചോർത്തി നൽകിയെന്നാണ് വിവരം. പക്ഷേ അത് മുളയിലേ നുള്ളുന്നു ഇന്റലിജൻസ് സംവിധാനം, അല്ലേ? അങ്ങനെ തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം കുറച്ച് കാലങ്ങളായി ഇത്തരത്തിലുള്ള ചില പരിശോധനകൾ തുടർന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു. പ്രത്യേകിച്ച് എയർഫോഴ്സ് ഇന്റലിജൻസും രാജസ്ഥാൻ ഇന്റലിജൻസും അടക്കം സംയുക്തമായി നടത്തിയിട്ടുള്ള ഒരു പരിശോധനയിലാണ് അസമിലെ ചാബുവ എയർഫോഴ്സ് സ്റ്റേഷനിലെ സിവിലിയൻ ജീവനക്കാരനായിട്ടുള്ള ക്ലാസ് ഗ്രൂപ്പ് ജീവനക്കാരൻ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ക്ലാസ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ മെയിൻ്റനൻസ്, ശുചീകരണം തുടങ്ങിയിട്ടുള്ള മേഖലകളിൽ വർക്ക് ചെയ്യുന്ന ആ രീതിയിലുള്ള ജീവനക്കാരനാണ് ഇപ്പോൾ പിടിയിലായിട്ടുള്ളത്. ഇയാളുടെ പേര് സുമിത് കുമാർ എന്നുള്ളതാണ്. ഇയാൾ UP സ്വദേശിയാണ് എന്നുള്ളതും മനസ്സിലാക്കുന്നു. കഴിഞ്ഞ കുറച്ചു കാലമായി എയർഫോഴ്സുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ പാകിസ്ഥാനിലെ ചാര സംഘടനകൾക്ക് നൽകിയിട്ടുണ്ട് ഇയാൾ എന്ന രീതിയിലാണ് ഇപ്പോൾ വിവരങ്ങൾ പുറത്തു വരുന്നത്. ഇത് സംബന്ധിച്ചിട്ടുള്ള പ്രാഥമികമായ വിവരങ്ങൾ മാത്രമാണ് ഈ രാജസ്ഥാനിലെ ഇന്റലിജൻസ് വിഭാഗത്തിൽ നിന്നും അതോടൊപ്പം തന്നെ എയർഫോഴ്സ് ഇന്റലിജൻസിൽ നിന്നും ഇപ്പോൾ പുറത്തു വരുന്നത് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. മറ്റൊരാളുമായി നടത്തിയിട്ടുള്ള, അതായത് നേരത്തെ അറസ്റ്റിലായിട്ടുള്ളൊരു പ്രഫുൽ കുമാറുമായി നടത്തിയിട്ടുള്ള ചോദ്യം ചെയ്യലുകളിൽ അയാളുടെ മൊഴികളിൽ നിന്നാണ് ഈ സുമിത് കുമാറിനെ കുറിച്ചുള്ള വിവരം ലഭിക്കുന്നത്. ഇയാൾ സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി രാജ്യത്തിൻ്റെ എയർഫോഴ്സിൻ്റെ രഹസ്യങ്ങൾ ചോർത്തി നൽകാനുള്ള ശ്രമങ്ങൾ നടത്തി എന്നുള്ളതാണ് പുറത്തു വരുന്നത്. പക്ഷേ അപ്പോഴും നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് പറയാനുള്ളത് ഇയാൾക്കുണ്ടായിരുന്ന ആക്സസ് വളരെ പരിമിതമാണ്. പ്രത്യേകിച്ച് ഒരു ശുചീകരണ ജീവനക്കാരനാണ്. അതുകൊണ്ട് തന്നെ സേനയുടെ തന്ത്രപ്രധാനമായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് ആക്സസ് അത്ര ഉണ്ടായിരുന്ന ഒരാളല്ല. അതുകൊണ്ട് തന്നെ ഇയാൾ എന്തുമാത്രം വിവരങ്ങൾ ഇയാൾക്ക് ചോർത്തി കൊടുക്കാനായിട്ടുണ്ട് എന്നടക്കമുള്ളതിൽ ഇപ്പോഴും സംശയങ്ങൾ നിലനിൽക്കുകയാണ്. വലിയ ഗൗരവമുള്ള വിഷയങ്ങൾ ചോർത്തി നൽകാനോ സേനയുടെ രഹസ്യങ്ങൾ ചോർത്തി നൽകാനോ ഇയാൾക്ക് സാധിച്ചിട്ടുണ്ടോ എന്നുള്ളതും ഇപ്പോൾ വ്യക്തമായിട്ടുള്ള വിവരങ്ങളായി പുറത്തു വരുന്നില്ല. എന്തായാലും ഇയാളെ പിടികൂടിയിരിക്കുന്നു. ഇപ്പോഴും ഇയാളെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് എയർഫോഴ്സ് ഇന്റലിജൻസിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം. കൃഷ്ണരാജ്.